നിന്നെ മാമോദീസ മുഖ്യവഹനാൻ ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ. Amen.
ജീവൻ പ്രത്യക്ഷമായി ഞങ്ങൾ കണ്ട് സാക്ഷീകരിക്കുകയും പിതാവിനോടുകൂടെ നിന്നാൽ ഞങ്ങൾ പ്രത്യക്ഷമായ നിത്യജീവനെ നിങ്ങളോട് അറിയിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ കണ്ട് കേട്ടുമുള്ളത് നിങ്ങൾക്ക് നിങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോട് അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവരുടെ പുത്രനായ യേശുക്രിസ്തുവിനോടുമാകുന്നു. നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഞങ്ങളിത് നിങ്ങൾ കഴിയുന്നു. ദൈവം വെളിച്ചമാകുന്നു, അവരിൽ ഇരുട്ടൊട്ടുമില്ല എന്നുള്ളത് ഞങ്ങൾ അവരോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്നതാകുന്നു. അവരോട് കൂട്ടായ്മ ഉണ്ട് എന്ന് പറയുകയും ഇരുട്ടുണ്ടാക്കുകയും ചെയ്താൽ നാം പോഷ് പറയുന്നു, സത്യം പ്രവർത്തിക്കുന്നില്ല. അവർ വിളിച്ചിരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തന്നെ കൂട്ടായ്മയുണ്ട്. അവരുടെ പുത്രമായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിച്ചിരിക്കുന്നു. നമുക്ക് പാപമില്ലാതെന്ന് പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം തമ്മിലില്ലാതെയായി നമ്മുടെ പാപങ്ങളെ പറയുന്നുവെങ്കിൽ അവർ നമ്മളോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറയുന്നുവെങ്കിൽ അവൻ അസത്യവാദിയാകുന്നു. അവന്റെ വചനം നമ്മിലില്ലാതെയായി അവൻ ഹബീബായി പാർക്കുന്നു. Before this faith came, we were held prisoners by the law, locked up until the faith should be revealed. So the law was put in charge to lead us to Christ, that we might be justified by faith. Now that faith has come, we are no longer under the supervision of the law. You are all sons of God through faith in Jesus Christ. For all of you were baptized in Christ, have clothed yourself with Christ. There is neither Jew nor Greek, slave nor free, male nor female, for you all belong to Christ. Then you are Abraham's seed, and he is according to promise. What I am saying is, as long as here is a child, he is no different from a slave. Although he owns the whole estate, he is subject to his guardians and trustees until the time set by his father. So also when we were children, we were in slavery under the basic principles of the world. But when the time has fully come, God sent his son, born of a woman, born under law, to redeem those under law, that we might receive full rights of son. Because you are sons, God sent the Spirit of His Son into our hearts, the Spirit who calls out, Abba, Father. So you are no longer a slave, but a son. Since you are a son, God has made you also an heir. Aha, ibarakmo. വിശുദ്ധ ഏവങ്കേലിയല്ലേ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. مدرسة مكرسة وفرقنا ولا
യഹൂദന്മാരുടെ രാജാവായ ജനിച്ചവനെ ഞങ്ങൾക്ക് കേൾക്കാവുന്ന നക്ഷത്രം കണ്ട് അവനെ വന്ദിക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഹെരോദോസ് രാജാവ് യെരൂശലേമൊക്കെ വെച്ചു. അവൻ പ്രധാനാചാര്യന്മാരെയും ജനങ്ങളുടെ വേദപണ്ഡിതന്മാരെയും എല്ലാം ഒരുമിച്ച് കൂട്ടി അവരോട് മശീഹ ജനിക്കുന്നത് എവിടെയായിരിക്കും എന്ന് ചോദിച്ചു. അവർ യഹൂദിയിലെ ബേത്ലഹേമിൽ എന്ന് പറഞ്ഞു. യഹൂദിയിലെ ബേത്ലഹേമി, എന്റെ ജനമായ ഇസ്രായേലിനെ പരിപാലിക്കുവാനുള്ള രാജാവ് നിന്നിൽ നിന്ന് പുറപ്പെടുന്നതുകൊണ്ട് നീ യഹൂദിയിലെ പട്ടണങ്ങളിൽ ഒട്ടും കുറഞ്ഞതല്ല എന്ന് പ്രവാചകന്മാർ എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അനന്തരം ഹെരോദോസ് മഹൂഷ്യന്മാരെ രഹസ്യമായി വിളിച്ച് അവർക്ക് നക്ഷത്രം കാണപ്പെട്ട സമയം സൂക്ഷ്മമായി അന്വേഷിക്കും സമയം ഏതെന്ന് ചോദിച്ചറിഞ്ഞു. നിങ്ങൾ പോയി ശിശുവിനെ കുറിച്ച് സൂക്ഷ്മമായി അന്വേഷിച്ച് അറിയുകയും കണ്ടെത്തിയാൽ വന്ന് എന്നെ അറിയിക്കുകയും എനിക്കും ചെന്ന് അവനെ വന്ദിക്കണമെന്ന് പറഞ്ഞു. അവൻ അവരെ ബേത്ലഹേമിലേക്ക് അയച്ചു. രാജാവിൽ നിന്ന് ഇത് കേട്ടവർ പുറപ്പെട്ടു. അവർ കിഴക്ക് കണ്ട നക്ഷത്രം ശിശു കിടന്നിരുന്ന സ്ഥലത്തിന് മീതെ വന്നു നിൽക്കുമ്പോഴും അവർക്ക് എന്തായി പോയിക്കൊണ്ടിരുന്നു. അവർ നക്ഷത്രം കണ്ടപ്പോൾ എത്രയും സന്തോഷിച്ചു. അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അവരുടെ അമ്മയായ മറിയാമിനോടുകൂടി കണ്ടു. അവർ വീണവരെ വന്ദിക്കുകയും തങ്ങളുടെ നിക്ഷേപാത്രങ്ങൾ തുറന്ന് സ്വർണ്ണവും കുന്തിരിക്കും ഒരു കാഴ്ചവെക്കുകയും ചെയ്തു. ഹെരോദോസിന്റെ അടുത്തേക്ക് തിരികെ പോരുന്നു. അവർക്ക് സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായതിനാൽ അവർ വേറെ വഴിയായ സ്വദേശത്തേക്ക് പോവുകയും ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും